വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെപ്റ്റംബർ 3-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലോക നാളികേര ദിനം. ഉത്തരം സെപ്റ്റംബർ 2. ലോക നാളികേര ദിനം. ഉത്തരം സെപ്റ്റംബർ 2. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശി. ഉത്തരം വിദുഷി ദീക്ഷ. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശി. ഉത്തരം വിദുഷി ദീക്ഷ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസ്സർ. ഉത്തരം വിക്രം 32. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസ്സർ. ഉത്തരം വിക്രം 32. അടുത്തത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി. ഉത്തരം യു ജയചന്ദ്രൻ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും വ്യക്തിയുമായ വ്യക്തി. ഉത്തരം യു ജയചന്ദ്രൻ. ഗഗർ നദീതടാകത്തിലെ വെള്ളപ്പൊക്കം നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട കൗസല്യ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? കൗസല്യ അണക്കെട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. ഗഗർ തടാകത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട കൗസല്യ അണക്കെട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം. ഇടുക്കിയുണ്ടാകുന്ന വെള്ളപ്പൊക്കം കാരണം ദുഃഖത്തിന്റെ നദി എന്നറിയപ്പെടുന്ന ഗഗ്ഗർ നദി പഞ്ചാബിലെ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാൾവ. വെള്ളപ്പൊക്കം കാരണം ദുഃഖത്തിന്റെ നദി എന്നറിയപ്പെടുന്ന ഗഗ്ഗർ നദി പഞ്ചാബിലെ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാൾവ. എൻവോയ്മെന്റ് റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു സമീപകാലത്തെ പഠനമനുസരിച്ച് ഏത് നിർണായക അറ്റ്ലാന്റിക് സമുദ്ര പ്രവാഹമാണ് തകരാൻ സാധ്യതയുള്ളത്? ഉത്തരം വരുന്നത് അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർടേണിംഗ് സർക്കുലേഷൻ. എൻവോയ്മെന്റ് റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു സമീപകാലത്തെ പഠനമനുസരിച്ച് ഏത് നിർണായക അറ്റ്ലാന്റിക് സമുദ്ര പ്രവാഹമാണ് തകരാൻ സാധ്യതയുള്ളത്? ഉത്തരം അറ്റ്ലാന്റിക് മെറിഡിയൽ ഓവർടേണിംഗ് സർക്കുലേഷൻ. അടുത്ത ചോദ്യം. ഫെഡറൽ സർക്യൂട്ടിന് ആവില്ല യുഎസ് കോടതി ഓഫ് സമീപകാല വിധിപ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ ചുമത്തിയപ്പോൾ ഏത് യുഎസ് നിയമപ്രകാരമാണ് തന്റെ അധികാരങ്ങൾ ലംഘിച്ചത്? ഉത്തരം അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം 1977. ഫെഡറൽ സർക്യൂട്ടിന്റെ യുഎസ് കോടതി ഓഫ് അപ്പീലിന്റെ സമീപകാല വിധിപ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ ചുമത്തിയപ്പോൾ യുഎസ് നിയമപ്രകാരം തന്റെ അധികാരങ്ങൾ ലംഘിച്ചത്? ഉത്തരം വരുന്നത് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം 1977. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശി വിദുഷി ദീക്ഷ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസ്സർ വിക്രം 32. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച എഴുത്തുകാരനും കവിയുമായ വ്യക്തി യു ജയചന്ദ്രൻ. ഗഗർ നദീതടാകത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട കൗസല്യ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. വെള്ളപ്പൊക്കം കാരണം ദുഃഖത്തിന്റെ നദി എന്നറിയപ്പെടുന്ന ഗഗ്ഗർ നദി പഞ്ചാബിലെ ഏത് പ്രദേശത്താണ്? മാൾവ. എൻവോയ്മെന്റ് റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു സമീപകാലത്തെ പഠനമനുസരിച്ച് ഏത് നിർണായക അറ്റ്ലാന്റിക് സമുദ്ര പ്രവാഹമാണ് തകരാൻ സാധ്യതയുള്ളത്? അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർടേണിംഗ് സർക്കുലേഷൻ. ഫെഡറൽ
US കോടതി ഓഫ് അപ്പീലിന്റെ സമീപകാല വിധിപ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ ചുമത്തുമ്പോൾ ഏത് US നിയമപ്രകാരമാണ് തന്റെ അധികാരങ്ങൾ ലംഘിച്ചത്? ഉത്തരം: അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം 1977. താങ്ക് യു.